നിങ്ങൾക്ക് ഒരു ഉഷാറില്ലാത്ത അങ്ങനെന്തുകൊണ്ടോ കണ്ണൂർക്കാരോട് ഇല്ലല്ലോ. എന്നാ നല്ലൊരു കൈ അടിച്ചൂടെ? പേര് ഷിബിൻ എന്നാണ്, സ്ഥലം കണ്ണൂർ ജില്ലയിൽ പിണറായി എന്ന് പറഞ്ഞ സ്ഥലം. അറിയോ? പറയുമ്പോൾ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഞാന് തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് പറഞ്ഞു പിണറായി എന്ന് പറഞ്ഞാൽ അത് സ്ഥലപ്പേരാണെന്ന് ആൾക്ക് അറിയാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലേ. പിണറായി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, ആ ഒരു സ്ഥലത്ത് ജനിക്കാൻ പറ്റി. അപ്പൊ എന്തായാലും ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഇലക്ട്രീഷ്യൻ ആയിരുന്നു. കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം 13 പേര് ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ലൈസൻസ് ഉള്ള 6 പേരുണ്ടായിരുന്നു. 10 വർഷമായിട്ട് ജോലിയൊന്നും ചെയ്യാതെ ലേബേഴ്സിനെ കൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. നിങ്ങൾ 2,10,000 എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടോ? എന്നെ ഇതുപോലെ ഒരു പ്രോഗ്രാമിന് ഫസ്റ്റ് കൊണ്ടുപോയി ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ തന്നെ ഒരു സീറ്റിലിരുത്തി 2,10,000 എന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് ഒരു കോട്ടിട്ട പൊട്ടൻ എന്ന് പറയുമ്പോൾ തെറിയുന്നല്ലോ നിങ്ങളുടെ നാട്ടിൽ. ഒരു കോട്ടിട്ട പൊട്ടൻ 2,10,000 കഥ പറയുന്നു. അത് കേട്ട് പുറകിലിരുന്ന് കുറെ പൊട്ടന്മാർ എന്തായിരുന്നു കൈയടിക്കുന്നു അല്ലേ? കോട്ടിട്ട പൊട്ടൻ ഞാനുമായില്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ 1.5 വർഷത്തോളം ഈ 2,10,000 എന്ന് പറഞ്ഞ എമൗണ്ട് കേട്ടപ്പോ 1.5 വർഷത്തോളം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിന്ന് വിട്ടു നിന്നു. എന്തുകൊണ്ടാണ് 2,10,000 ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഒരു ദിവസം എത്രയാ? 30,000 അല്ലെ? അതിന് 30,000 എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഒരു ദിവസം. അതുകൊണ്ട് തന്നെ മാറി നിന്നു. പക്ഷെ ആ വ്യക്തി നിരന്തരമായിട്ട് എന്നെ ഫോളോ ചെയ്തു. വളരെ ക്ഷമയോടെ എൻ്റെ അടുത്ത് വന്നു. പല പ്രാവശ്യം നിരസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ പല പ്രാവശ്യം മാറ്റിവെച്ചിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് മനസ്സിലാക്കി തരാൻ അഹോരാത്രം കഷ്ടപ്പെട്ട എൻ്റെ ഗ്രേറ്റ് ആപ്ലൈൻ നാഷണൽ ടീം കോർഡിനേറ്റർ ഷൈനേജ് സാറിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്തു. ഇത് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണെന്ന് മനസ്സിലാക്കി കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തു. ഓരോ റാങ്കിലും ചെറിയ ചെറിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കി. ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലെത്തിയപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. ATC റാങ്കിലെത്തിയ സമയത്ത് മകളുടെ ബർത്ത്ഡേക്ക് ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു കൊടുത്തു. DTC റാങ്കിലെത്തിയ സമയത്ത് ഒരു ലാപ്ടോപ്പ് സ്വന്തമാക്കി. ZTC റാങ്കിലെത്തിയ സമയത്ത് റോയൽ എൻഫീൽഡിന്റെ മെറ്റിയോർ സൂപ്പർനോവ എന്ന് പറയുന്ന ഒരു 3 ലക്ഷം രൂപ വരുന്ന ഒരു ബുള്ളറ്റ് സ്വന്തമാക്കി. സ്റ്റേറ്റിംഗ് കോൺട്രാക്ടർ റാങ്കിലെത്തിയപ്പോൾ ഒരു 10 ലക്ഷം രൂപ വരുന്ന മാരുതി ഫ്രോൺസ് എന്ന വാഹനം സ്വന്തമാക്കി. അത് RTC റാങ്കിൽ അടുത്ത ഗോൾ ഉണ്ട്, അതിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഇമോഷണൽ ഗോളാണ്, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പറയില്ല. എന്തായാലും RTC നിന്ന് NTC ടച്ച് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ഗോൾ ഞാൻ അച്ചീവ് ചെയ്തിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ. ഞാൻ നഷ്ടപ്പെടുത്തിയതുപോലെ നിങ്ങൾ 2,10,000 കഥ കേട്ടിട്ട് നിങ്ങൾ ആരും മാറി നിൽക്കാൻ പാടില്ല. കമ്പനിയുടെ 652ാമത്തെ വീക്കിൽ ഞാൻ കിട്ടില്ല എന്ന് വിചാരിച്ച 2,10,000 എൻ്റെ അക്കൗണ്ടിൽ ആയി. ശക്തമായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരാണോ നിങ്ങളിവിടെ കൊണ്ടുവന്നത് അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുക. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു 2 ലക്ഷം വലിയൊരു എമൗണ്ട് അല്ലേ അല്ലേ? ആ ഒരു 2,10,000 എങ്ങനെ വാങ്ങാമെന്ന് ഞാൻ 4 വർഷം കൊണ്ട് പഠിച്ചു. അപ്പോൾ അടുത്ത 4 വർഷം കൊണ്ട് ഞാൻ പഠിക്കാൻ വന്നത് 2,10,000 എല്ലാ ആഴ്ചയിലും എങ്ങനെ വാങ്ങാം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ. എൻ്റെ ടീമൊന്നും ഇവിടെ ഇല്ല. ഒരു പോസ്റ്റർ കണ്ടപ്പോൾ അല്ല, ഇന്നൊരു ഗ്രേറ്റ് ലീഡർ ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. എൻ്റെ ടീമിൽ ഒരാളിവിടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ ഒരു മനസ്സ് കാണിച്ചുകൊണ്ട് പ്രോഗ്രാം എപ്പോൾ നടക്കുന്നു ആ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ആരും ക്ഷണിക്കാതെ എന്ന് നിങ്ങളിവിടെ വരുന്നു അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം സ്റ്റാർട്ട് ചെയ്തിരിക്കും. അടുത്ത എല്ലാ ലീഡേഴ്സിന്റെയും പേരും സ്ഥലവും നമുക്കൊന്ന് പരിചയപ്പെടാം. ശരണ്യ, മഞ്ചേരിയാണ് വീട്. ടീച്ചറായിരുന്നു മുന്നേ, ഇപ്പൊ ഫുൾ ടൈം MI രജിസ്റ്റർ ചെയ്തു. എൻ്റെ പേര് ശശിധരൻ, ഞാനിവിടെ തിരുവനന്തപുരം. ഞാനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പേര് രജി എന്നാണ്. കുന്നംകുളത്ത് വരുന്നു.